ഇപ്പോൾ ഫ്രീ ബീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഇക്കോണമിയെ വല്ലാതെ അത് ബാധിക്കും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ DMKയുടെ ജയലളിതയുടെ ഒക്കെ മത്സരിക്കാനാവാം. അതെ, ഫ്രീ ബീസിൽ അവർ മുന്നിലായിരുന്നു. TV കൊടുക്കുക, സാരി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു, റേഷൻ കട വഴി പണം കൊടുക്കുക, റേഷൻ കട വഴി പണം കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു സമൂഹത്തിന് ചീത്ത വെക്കുന്ന പരിപാടിയാണ്. സർക്കാരിൻ്റെ ജോലി എന്താ? ആൾക്കാർക്ക് ജോലി ചെയ്യാനും ഏൺ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പണ്ട് AK ആൻ്റണിയുടെ ഗവൺമെൻറ് 77 AK ആൻ്റണി മന്ത്രിസഭ, അതൊരു 77 അവസാനം കണ്ട് തീരുമാനിച്ചു ഡോൾസ്, അതായത് എന്താ തൊഴിലില്ലായ്മ വേതനം. അത് ഒരു ശരിയായ യൂറോപ്പിൽ ചില സ്ഥലത്തുണ്ട് അവർ ഡോൾ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അവരെ കൊടുക്കുന്ന പറഞ്ഞാൽ അവരുടെ സൊസൈറ്റിക്ക് ടാക്സും ഒക്കെ ആയിട്ട് അവരുടെ ഇക്കോണമി ഇപ്പോൾ മോശമാണ്. പക്ഷെ ആ കാലത്തൊക്കെ അവരുടെ ഇക്കോണമി ഭേദമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് അത് എത്രത്തോളം ചെയ്യാൻ പറ്റും? അവരുടെ സാമൂഹ്യ സുരക്ഷാ വ്യവസ്ഥ കൂടുതലാണ്. സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, ഹോസ്പിറ്റലിലെ ചികിത്സ ഫ്രീ, വയസ്സായ ആൾക്കാരെ നോക്കാനുള്ള സംവിധാനം, ഓൾഡ് ഏജ് ഹോം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ ഫ്രീ ബീസ് ഓടില്ല. അതധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഫ്രീ ബീസ് ഓടില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ വിജയ് പറഞ്ഞൊരു കാര്യമുണ്ട്, 10 ലക്ഷം കോടി രൂപയുടെ, അതായത് 2027 മാർച്ച് വരെയുള്ള പ്രതീക്ഷിക്കുന്ന കണക്കാണ്. എന്തുമായിക്കൊള്ളട്ടെ, ആ കണക്ക് പ്രകാരം 10 ലക്ഷം കോടി രൂപയുടെ ബാധ്യത തമിഴ്നാട് സർക്കാരിനുണ്ട് എന്നുള്ളതാണല്ലോ. ഈ ബാധ്യത ഉണ്ട് എന്നുള്ളതിരിക്കെ വീണ്ടും ഫ്രീ ബീസിലേക്കാണ് പോകുന്നത്. അതാണ് ഒന്നാമത്. എനിക്ക് 10 ലക്ഷം അപ്പൊ മുന്നേ ഉള്ള സർക്കാരുകൾ ചെയ്തു വെച്ചതിന്റെ വിപത്താണത്. ഇപ്പൊ 10 ലക്ഷം കോടി രൂപ കടബാധ്യത ഉണ്ടോ എന്നുള്ളതും ഇദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം തമിഴ്നാടൊക്കെ കേരളം പോലത്തെ കുത്തുവാള ബജറ്റുള്ള സ്റ്റേറ്റ് അല്ല. കാരണം അവർ എക്സ്പോർട്ടിങ് സ്റ്റേറ്റാണ്, കൺസ്യൂമിങ് സ്റ്റേറ്റ് അല്ല. കേരളം എന്ന് പറഞ്ഞാൽ ഇത് ടൂത്ത് പേസ്റ്റ് മുതൽ പച്ചരി വരെ എവിടെ നിന്നെങ്കിലും വന്നാലേ കിട്ടുള്ളൂ. വേറെ ഇവിടെ ഒരു സ്വന്തം ഉണ്ടാക്കുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഗ്രോവേഴ്സ്, അഗ്രികൾച്ചറൽ സാധനങ്ങൾ വളർത്തുന്ന ആൾക്കാർ, ഇതെല്ലാം വിറ്റ് പൈസ ആക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇയാൾ ഒരുപക്ഷെ ശരിയായിരിക്കാം. ശരിയാണെങ്കിൽ അതെല്ലാം ഈ പഴയ ഗവൺമെൻറ്റുകൾ ഫ്രീ ബീസ് കൊടുത്തിട്ടുണ്ടാക്കി വെച്ചതാണ്.